ഇന്നത്തെ കുറച്ച് വെറൈറ്റി ആണ് കേട്ടോ. സാധാരണ നമ്മൾ ചന്തേരി അകത്ത് ബത്തീക്ക് ലുക്കിൻ്റെ അകത്ത് പാറ്റേൺസ് ഒരുപാട് വരാറുണ്ട്. പക്ഷേ ഒരു ബാന്തിനിയുടെ സ്റ്റൈലിൽ പാറ്റേണിലാണ് ബത്തീക്ക് ചെയ്തേക്കുന്നത്. നമ്മൾ ഈ ഒരു കുഞ്ഞു കുഞ്ഞു ഡയമണ്ട് ഡിസൈൻ എപ്പോഴും കാണുന്നത് ബാന്തിനിയിലാണ്. ബാന്തിനി നോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് വരുന്ന ഒരു പാറ്റേൺ ആണ് ഈ ഒരു ലുക്ക്. പക്ഷെ ഇന്ന് അതിനകത്ത് ബത്തീക്ക് ചെയ്തേക്കുവാണ്. ആൻഡ് ഇവിടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് കളേഴ്സിൻ്റെ അകത്തുമാണ് വരുന്നത്. അപ്പോൾ ടെമ്പിൾ ത്രെഡ് വീവിങ് പാറ്റേണിൽ വന്നിട്ടുള്ള ബോർഡേഴ്സാണ് വരിക. ആൻഡ് സെയിം ഷെയ്ഡിൽ തന്നെ വന്നിട്ടുള്ള ബോട്ടം, സറ്റൂൺ ബോട്ടമാണ് എൻ്റെ കൂടെ പേർ ചെയ്തിരിക്കുന്നത്. ചന്തേരിയിൽ തന്നെ ചന്തേരി സിൽക്കിൽ തന്നെ വന്നിട്ടുള്ള ടോപ്പും ദുപ്പട്ടയാണ് വരിക. അപ്പോൾ ദുപ്പട്ടയ്ക്കകത്ത് നമുക്ക് ബോർഡർ വരുന്നത് സോളിഡ് ആയിട്ടുള്ള ഒരു സ്ട്രൈപ്പ് ലുക്കാണ്. ആ ഒരു ടെമ്പിൾ ഡീറ്റെയിലിങ് വരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. സെയിം മെറ്റീരിയലാണ് കേട്ടോ. ഇത് വെരി സോഫ്റ്റ്, വെരി ഈസി ടു ഹാൻഡിൽ ആയിട്ട് വന്നിരിക്കുന്ന കളക്ഷനാണ്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 3,999 ആണ്. ചന്തേരി സിൽക്കാണ് കേട്ടോ. ആൻഡ് ദെൻ വി ഹാവ് ബർഗൻഡി ഷെയ്ഡ്. ബർഗൻഡി സെയിം ദുപ്പട്ട ആയതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യുന്നില്ല. ഇതാണ് എൻ്റെ ലുക്ക്. ആൻഡ് ദെൻ ദിസ് ഇസ് ദി ദുപ്പട്ട. പിങ്ക് ടോണാണ് ഇത്. ആക്ച്വലി ഡബിൾ ഡൈ ചെയ്തിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ ഒരു ബത്തീക്ക് വാക്സ് ചെയ്തിട്ട് നമ്മൾ ഓരോ പ്രാവശ്യം അതിനെ ഡിപ്പ് ചെയ്തിട്ട് ഡൈ ചെയ്യും. എന്നിട്ട് പിന്നെ ആ വാക്സ് റിമൂവ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ടോണിൽ ഒന്നും കൂടി ഡൈ ചെയ്യുമ്പോഴാണ് ഈ ഒരു പോർഷൻ ആ വൈറ്റിഷ്നെസ് മാറിയിട്ട് വേറൊരു കളർ അവിടെ വരുന്നത്. ആൻഡ് ദീസ് ബത്തീക്ക് ഈസ് ഓൾസോ ഡൺ വിത്ത് ബ്ലോക്സ്. നമ്മൾ വാക്സ് ചെയ്യുന്നതും ബ്ലോക്സിലാണ് ചെയ്തേക്കുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ദി മാർക്സ് ഹിയർ. ഇവിടെ നമുക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്രാക്ഡ് ആയിട്ടുള്ള പാറ്റേൺസ് കാണാം. ഇതൊന്നും ഡാമേജ് അല്ല, ഇതങ്ങനെ തന്നെ വരുള്ളൂ. ആൻഡ് ദിസ് ഇസ് ദി ദുപ്പട്ട. ഇത് ബ്രൗൺ ഷെയ്ഡ്, കോഫി ബ്രൗണിൻ്റെ ഡാർക്ക് ടോണിൽ വന്നിരിക്കുന്ന ഒരു ലുക്കാണ്. ആൻഡ് ദെൻ വി ഹാവ് എ ബ്രിക്ക് ഷെയ്ഡ്. ബ്രിക്ക് മറൂണിലാണ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ദുപ്പട്ട ഇതാണ്. അപ്പം ഇത് ആണ് ലാസ്റ്റ് ഷെയ്ഡ്. നമുക്ക് ഇതേപോലത്തെ ഉള്ള കളക്ഷൻ ഒരുപാട് വന്നിട്ടുണ്ട്. യു കെൻ ജസ്റ്റ് കം ടു അവർ സ്റ്റോഴ്സ് ആൻഡ് ആസ്ക് ഫോർ ദ ന്യൂ അറൈവൽസ് ഇൻ ചന്തേരീസ്. അത് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഭംഗിയുള്ള ഒരു സെറ്റ് കളക്ഷൻ ഒരുപാടെണ്ണം വന്നിട്ടുണ്ട്. 3,999 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. ആൻഡ് ഇന്നത്തെ ഈ ഒരു പാറ്റേൺ ആ ഒരു ബാന്തിനി സ്റ്റൈലിനെ റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് ബത്തീക്ക് ചെയ്തേക്കുന്ന ഒരു ലുക്കാണ്. കോട്ടൺസ് ആകുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ കുഴച്ചെടുക്കാൻ പറ്റുന്നത്. പൊതുവേ നമ്മൾക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ നേച്ചറുണ്ടല്ലോ. ലൈക്ക് സം പീപ്പിൾ ഡൂ സ്റ്റേ സ്റ്റിൽ. ഞാനൊക്കെ മറ്റേ കാറ്റഗറിയാണ്. ഞാനെപ്പോഴും ഇങ്ങനെ മൂവ് അറൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു കംഫർട്ട് സ്പേസിൽ ഇങ്ങനെ കുറച്ച് നേരം അടങ്ങിയിരിക്കാനുള്ള ഒരു ടെൻഡൻസിയേ ഇല്ല കേട്ടോ. അപ്പം സോ ഫോർ പീപ്പിൾ ലൈക്ക് ദാറ്റ്, ലൈക്ക് കോട്ടൺസ് ആർ ഓൾവേസ് ഗ്രേറ്റ് ബിക്കോസ് നമുക്ക് ആ ഒരു കംഫർട്ട് സോണിൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്നൊരു ഫാബ്രിക് തന്നെയാണ്. ആൻഡ് ഐ എം നോട്ട്, ചിലപ്പോഴൊക്കെ റയോൺ അത് എൻ്റെ അത്രയ്ക്ക് ഫേവറേറ്റ് ആവാറില്ല. പക്ഷെ ബഡ്ജറ്റ് റേഞ്ചിൽ കോട്ടൺസ് തരുന്ന ഒരു കംഫർട്ട് ഇസ് ആക്ച്വലി റിയലി ഗ്രേറ്റ്. 1,399 നമുക്ക് ഫുള്ളി സ്റ്റിച്ച്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു വിത്ത് ദുപ്പട്ട വരുന്ന സൽവാർ സെറ്റ് നമുക്ക് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ആൻഡ് റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ദ സ്പേസ്ലി ആൻഡ് അജ്രക് ഇൻസ്പയർഡ് ആയിട്ടുള്ള പ്രിൻറ്റ്. ദിസ് ഇസ് ഓൾ സ്ക്രീൻ പ്രിൻറ്റ്സ്. ഇത് ശരിക്കുള്ള അജ്രക്, പ്യുവർ അജ്രക് അല്ല, എന്നാലും ആ ഒരു കളർ പാലറ്റ് നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് ലുക്കാണ്. സോ ദ ഫസ്റ്റ് കളർ ഇസ് എ ബ്രിക്ക് ഷെയ്ഡ് ആൻഡ് ദെൻ കുറച്ചൊരു ഗ്രേ ടിൻറ്റ് വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡാണ്. അത് ലൈക്ക് നാച്ചുറൽ ഡൈസിനകത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ പൊതുവെ ഇൻഡിഗോസിൻ്റെ ഒരു ടോണിലും ലൈറ്റ്ലി വാഷ്ഡ് ആയിട്ടുള്ള ഇൻഡിഗോസിനകത്തൊക്കെ വരുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ്. സോ ദിസ് ഇസ് ഗോട്ട് എ വി നെക്ക് വിത്ത് എ പാച്ച് ആൻഡ് മിറർ ഡീറ്റെയിലിംഗ്. ഇത് ത്രെഡ് എംബ്രോയിഡറി വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ആൻഡ് ഈ ഒരു ബോട്ടത്തിൻ്റെ ഫാബ്രിക് നമുക്ക് സ്ലീവിൻ്റെ ഹെമ്മിലായിട്ട് പാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് വാട്ട് ഐ ലൈക്ക് അബൌട്ട് ദിസ് കുർത്ത ഇസ് ദി പ്ലേസ്മെൻറ്റ് വിച്ച് ഇസ് ഹാവിങ് ദിസ് ഡിഫറെൻറ്റ് പ്രിൻ്റ് അവിടെ വന്നിരിക്കുന്നത്. നല്ല രസമായിട്ടാണ് വരുന്നത്. ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് M സൈസാണ് കേട്ടോ. നമുക്ക് റെഗുലറായിട്ട് വരുന്ന ആ ഒരു സൈസ് തന്നെയാണ്. ആൻഡ് ബോട്ടം വി ഹാവ്
ഫുൾ ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡ്. അപ്പോൾ ഫുൾ ഇലാസ്റ്റിക് ആയിട്ട് വന്നിരിക്കുന്ന വേസ്റ്റ് ബാൻഡും സ്ലൈറ്റ്ലി ടേപ്പേർഡ് ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു ഫിറ്റിങ്ങും ആണ് ചെയ്തിരിക്കുന്നത്. സ്ട്രെയിറ്റ് അല്ല, സ്ലൈറ്റ് ടേപ്പറിങ് വരുന്നുണ്ട്. ദുപ്പട്ട ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നതിൻ്റെ അതേ ഒരു സ്റ്റൈല് തന്നെയാണ്. ബോട്ടത്തിൻ്റെ പ്രിൻറ്റിൻ്റെ കോമ്പിനേഷനും കൂടെ ആയിട്ടുള്ള ലുക്ക്. ഇത് തിരിഞ്ഞു പോയി, ഇതാണ് എൻ്റെ റൈറ്റ് സൈഡ്. കൺഫ്യൂസ്ഡ് ആകുന്നു. ഇതാണ് അതിൻ്റെ റൈറ്റ് സൈഡ്. 1399 നമ്മൾ റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആക്കിയിരിക്കുന്ന കളക്ഷനാണ്. NCF എൻ്റെ കോഡിലാണ് 274 and 275 1399 റേഞ്ചിൽ. സോ ഐ ഹവ് ഹേർഡ് a lot of you are asking for anarkalis. നമുക്ക് ഒരുപാട് പേര് ഈ ഒരു സ്റ്റൈൽ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് നല്ലൊരു ഫ്ലെയറും നമുക്ക് നല്ലൊരു പ്ലസൻറ്റ് ഫീലാണ് മൊത്തത്തിൽ അതിൻ്റെ ഒരു സ്റ്റൈൽ. അപ്പം അനാർക്കലി ആൻഡ് അങ്കാർക്ക പാറ്റേണിൻ്റെ ഒരു കോമ്പിനേഷൻ, ടു ഡിഫറെൻറ്റ് പ്രിൻറ്റ് കോമ്പിനേഷൻ ആൻഡ് വർക്ക്ഡ് ആയിട്ടുള്ള ഒരു ലുക്കാണ്. അപ്പം ദിസ് ഇസ് ഓൺലി 2199. നമുക്ക് നല്ലൊരു വർക്ക്, ഹാൻഡ് വർക്ക് ഡീറ്റെയിലിംഗ് ത്രെഡും ഒക്കെ കൊടുത്തിട്ട് ചെയ്തേക്കുന്ന ആ ഒരു നെക്ക് ഹൈലൈറ്റ് ആവാൻ നിൽക്കുന്നത്. ബ്ലൂ ടോണിൻ്റെ അകത്ത്, ഡാർക്ക് നേവി ഷെയ്ഡിൻ്റെ അകത്ത് ലോ പാനൽഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദെൻ ഒരു ലേസ്റ്ററും അറ്റാച്ച്മെൻറ്റും ഒക്കെ വരുന്നുണ്ട്. സോ വൺ സൈഡ് ആൻഡ് സ്ലീവ്സിൻ്റെ അകത്ത് പാച്ചും ബോട്ടവും ആക്ച്വലി ഒരു ഫാബ്രിക്കിലാണ്, ഒരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. ബാക്കി ഒരു ഓൾ ഓവർ പ്രിൻറ്റ് ലുക്കിലായിട്ട് വന്നിരിക്കുന്ന കോമ്പിനേഷനാണ്. ദുപ്പട്ടയും മൽക്കോട്ടനിൽ, ടോപ്പും ബോട്ടവും കേംബ്രിക് കോട്ടനാണ്. ദുപ്പട്ട മൽക്കോട്ടനിലാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് എൻ്റെ ഒരു ലുക്ക് വരുന്നത്. ആ ഒരു പ്രിൻറ്റ് കോമ്പിനേഷൻസ് തന്നെയാണ് ദുപ്പട്ടയിലും കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഫോർ ദി സെക്കൻഡ് ലുക്ക് നമുക്ക് ഇതിൻ്റെ തന്നെ നെക്സ്റ്റ് ഷെയ്ഡ് ഇസ് എവറിബഡീസ് ഫേവറേറ്റ് ഡാർക്ക് ബർഗൻഡി ടോൺ. നമുക്കിതിൻ്റെ അകത്തെ ഹെംലൈൻ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പിൻ്റെ ഹെംലൈനിലും ഇതേപോലെ തന്നെ സ്ലീവിലെ പോലെ തന്നെ ഒരു 2 ടൈപ്സ് ഓഫ് ക്രോഷ്യ ലേസിൻ്റെ ഒരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ലുക്ക്. അപ്പോൾ ഇതിനകത്ത് വൺ സൈഡിൽ ആ ഒരു പോർഷനിൽ മാത്രം ഒരു സെറി ഹൈലൈറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. ദിസ് കംസ് വിത്ത് ടാസൽ ഡീറ്റെയിലിംഗ്. ഇത് നമുക്ക് ശരിക്കും ടൈറ്റ് ആക്കാനെന്നല്ല, അത് ജസ്റ്റ് ഒരു ഡീറ്റെയിലിംഗ് ആയിട്ട് അവിടെ ആഡ് ചെയ്തേക്കുന്നതുണ്ട്. നല്ല പൊതുവേ നമുക്ക് ആ സ്റ്റൈലിൻ്റെ അകത്ത് ഇവിടെ ഒരു ടൈപ്പ് വരുമ്പോൾ കാണാനൊരു ഭംഗിയാണ്. ആ ലുക്കിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ബോട്ടം. ഫ്രണ്ട് ഫ്ലാറ്റായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ടൈ അപ്പ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ബാക്കിൽ ഇലാസ്റ്റിക്കാണ്. സോ മേക്സ് ഇറ്റ് വെരി കംഫർട്ടബിൾ. ആൻഡ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഇത് വരണില്ല കേട്ടോ, പോക്കറ്റ്സ് വരുന്ന സ്റ്റൈലല്ല, വിതൗട്ട് പോക്കറ്റ്. ആൻഡ് ഇറ്റ്സ് പ്രിറ്റി ലോങ്, ലൈക്ക് ഏകദേശം എനിക്ക് തോന്നുന്നുണ്ട് ഒരു 50 ഇഞ്ച് വരുന്നുണ്ട്. എനിക്കൊരു ആങ്കിൾ ലെങ്തിന് അടുപ്പിച്ച് വരുന്ന ടോപ്പാണ്. ആൻഡ് അപ്പോൾ റെഗുലറായിട്ട് എല്ലാവർക്കും വെയർ ചെയ്യാനായിട്ട് ആക്ച്വലി നല്ലൊരു ലെങ്തിൽ വരുന്ന ഒരു ലുക്കായിരിക്കും കേട്ടോ. ഐ എം ഓൺ ദി ഷോർട്ടർ സൈഡ്. സോ നല്ല ലോങ് ആയിട്ട് വധിക്കുന്ന ഒരു ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ടയുടെ ലുക്കാണ് റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആക്കിയിരിക്കുന്ന കളക്ഷൻ. ഇറ്റ്സ് വെരി പ്രിറ്റി. നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് ഫംഗ്ഷനൊക്കെ പോകാനാണെങ്കിലും നല്ലതാണ്. 299 റേഞ്ച്.